കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സുമ എന്റെ സിസ്റ്ററിനെ പോലെയാ. എന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞത്. എന്റെ ഏട്ടത്തിയത് വാങ്ങില്ല. അങ്ങനെ ഞാൻ പറഞ്ഞോ നിങ്ങളോട്? ഞാൻ കൊടുത്താലും വാങ്ങില്ലെന്നാണോ? വാങ്ങിക്കും വാങ്ങിക്കും. ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോളൂ. എല്ലാം നല്ലതാണല്ലോ. അയ്യോ, എല്ലാ സാരിയും സൂപ്പറാണല്ലോ. ഏത് സാരിയാ വാങ്ങിക്കുക? കാർത്തിക, ഞാൻ സെലക്ട് ചെയ്ത ഈ സാരി അഖിലിനെ കാണിച്ച് അവന് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കേ. നീ ഇഷ്ടപ്പെട്ടെടുത്തതുകൊണ്ട് അഖിലിന് അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും അമ്പിയെ? അമ്മ പറഞ്ഞതല്ലേ, വേഗം കൊണ്ട് കാണിക്കുമോളെ. എക്സ്ക്യൂസ് മീ, മറന്നുപോയി, നിന്റെ പേരെന്താണ്? വസുന്ധര. എന്താ ഇവളെന്താ ഊമയാണോ? പറഞ്ഞോളൂ അമ്മായി. നീ പോയി നിന്റെ വുഡ്ബിയെ ഈ സാരി കാണിക്കുന്നില്ലേ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട അത് അഭിമാൻ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെയാ. ഫോർമാലിറ്റിക്ക് പോലും കാണിക്കുന്നില്ലേ? എനിക്കും എന്റെ ബേബിക്കും ഇഷ്ടപ്പെട്ടത് അഖിലിനും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. പിന്നെ ബേബിയെ എന്തിനാ ഞാൻ അങ്ങോട്ട് അയച്ചത്? അതൊരു ഫോർമാലിറ്റിയാണ്. അബിയെ സാരി കാണിച്ചിട്ട് വാ വസു. ആ സാരി എടുത്തു കൊടുക്ക. വാ. ഏട്ടാ, ഡ്രസ്സെല്ലാം എടുത്തായിരുന്നോ? ആ കഴിഞ്ഞു. ഇനി കുട്ടികൾ കൂടി നോക്കണം. ഞാനും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു ഏട്ടാ. കാർത്തികയ്ക്ക് എടുത്തോണ്ടിരിക്കുക. എനിക്ക് സെലക്ട് ചെയ്തു അഖിൽ. ഈ സാരി എങ്ങനെയുണ്ടെന്ന് പറ. നൈസ്. ഇത് മോമിന്റെ സെലക്ഷനാ. അതെ ചേട്ടാ, വസു ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വന്നില്ലേ? വസുന്ധര എങ്ങോട്ട് വരുന്നേ? എന്താ ഇങ്ങനെ? ഏട്ടത്തി എടുത്ത സാരി കാണിക്കേണ്ടതല്ലേ? ദേ നോക്ക്, ഏട്ടത്തി വരുന്നുണ്ട്. കാർത്തിക, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. എന്താ ഇദ്ദേഹം ഒന്നും സംസാരിക്കാത്തത്? എന്താ ഒന്നും ചോദിക്കാത്തെ? ഈ സാരി എങ്ങനെയുണ്ട്? തനിക്കിഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നാ ഞാൻ ചോദിച്ചത്. ഇയാൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ. ചില സമയത്ത് ഇഷ്ടമല്ലെങ്കിലും
അങ്ങനെയല്ല, തനിക്ക് ഇഷ്ടപ്പെടാത്ത പോലെ തോന്നി. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നേ ഉള്ളൂ. ഷോപ്പിംഗ് ബോറായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, എല്ലാരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. പക്ഷെ ചിലരെ കാണുമ്പോ വിഷമം തോന്നുന്നുണ്ട്. ഐ നോ. അവൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. വന്ന് ഷോപ്പിങ്ങിന്റെ മൂഡ് എല്ലാം കളഞ്ഞു. അവന് മാത്രമല്ല, ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമായില്ല. വേറെ ചിലരെ എനിക്കും ഇഷ്ടമായില്ല. ഇങ്ങോട്ട് നോക്ക്. നമ്മളെപ്പറ്റി നമുക്കല്ലാതെ മറ്റാർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. സത്യം എന്താണെന്ന് അറിഞ്ഞ ശേഷം ആവശ്യമില്ലാത്തതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നുണയ്ക്കും സത്യത്തിനും ഇടയിൽ പോലും ഒരു കാര്യമുണ്ട്, ഒരു അഡ്ജസ്റ്റ്മെന്റ്. അതിനെപ്പറ്റി ഞങ്ങളുടെ ഡ്രസ്സെല്ലാം വന്നോ സാർ? എല്ലാം വന്നിട്ടുണ്ട് സാർ. എല്ലാ ബില്ലും ഇങ്ങോട്ട് വന്നേക്ക്. എന്തിനാളിയാ അങ്ങനെ? ഞങ്ങളുടെ ബില്ല് ഞാൻ കൊടുത്തോളാം. ഇവിടെ എന്റെ ബില്ല് നിങ്ങളുടെ ബില്ലൊന്നുമില്ല, എല്ലാം ഒന്നല്ലേ അളിയാ? അതുകൊണ്ടല്ല അളിയാ, ഈ പ്രാവശ്യത്തേക്ക് ഞാൻ കൊടുക്കാം. ശരി, നിങ്ങളുടെ ഇഷ്ടം, കൊടുത്തു. മാനേജർ, ഞങ്ങളുടെ ബില്ല് റെഡിയായോ? റെഡിയായി സാർ. എന്താ അളിയാ, ഒറ്റയ്ക്കാണോ വന്നത്? അനിയത്തിയുടെ എനിക്ക് അവളെ പേടിയാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് മറയ്ക്കണമല്ലോ. അവളെ എങ്ങോട്ടോ കാണാതെ പോയളിയ. അവര് കാണാതായതാണോ അതോ അളിയനെ കാണാതായതാണോ? അച്ഛാ, ഞാൻ ഓഫീസിലേക്ക് പോവാണേ. ശരി മോനെ. ബൈ അങ്കിൾ, പോയിട്ട് വരാമേ. അഭി, വാസു, അമ്മ എന്തിനാ എന്നെ തനിച്ചാക്കി പോയേ? അവിടെ വെച്ച് എന്നോട് താൻ എന്തോ പറയാമെന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. താൻ പറഞ്ഞില്ലെങ്കിൽ അതെന്താണെന്ന് എനിക്കറിയാം. നമ്മൾ കണ്ടപ്പോ മുതല് എന്തോ ശകുനക്കേട് പോലെ മുഴുവൻ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഇപ്പൊ നമ്മൾ എന്തിനാ സംസാരിക്കുന്നത്? നടന്ന എല്ലാ തെറ്റുകൾക്കും കാരണം ഞാനാണെന്നാണ് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. തെറ്റിദ്ധരിച്ചതാണെന്ന് ആരാ പറഞ്ഞത്? സംഭവിച്ചതെല്ലാം സത്യം തന്നെയല്ലേ?
ഐ എം സോറി. സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒരാളല്ല. സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നേ? കാരണം നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാണുമ്പോഴൊക്കെ തന്നോടിത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്റെ ബാഡ് ലക്ക്, അപ്പോഴേക്ക് എന്തെങ്കിലും തടസ്സം വരും. നമുക്കിടയിലുള്ള അകൽച്ച ദിവസം തോറും കൂടുതലാവുക. ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിച്ചാ പോരെ? നിങ്ങൾക്ക് ഓഫീസിൽ പോകാൻ സമയമായില്ലേ? പോയിക്കോളൂ. സാരമില്ല, കുറച്ചു നേരം കൂടി നിൽക്കാം, സംസാരിച്ചിട്ട് പോവാം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് എല്ലാരും കേൾക്കണമെന്നുണ്ടോ? ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ ആവട്ടെ. നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ ഇറങ്ങുക. ബൈ. ബില്ലെല്ലാം കൊടുത്തു കഴിഞ്ഞു, നമുക്കിനി പോകാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാ ചേട്ടാ. ശരി, പോയിട്ട് വന്നാലും. പോയിട്ട് വരാളിയെ. ബൈ അങ്കിൾ. ബൈ മോളെ. ബൈ അഖിൽ. ബൈ. അഖിൽ, നിന്റെ അമ്മയോളയമ്മയൊക്കെ എവിടെ? ഇളമയ്ക്ക് സാരി എടുത്തോണ്ടിരിക്കാം. കാർത്തിക പോയപ്പോ നിന്റെ അമ്മയോട് ഒരു വാക്ക് പറയാതാണോ പോയത്? വീണ്ടും അവള് തെറ്റിദ്ധരിക്കാൻ പോവാ. അമ്മയോട് പറഞ്ഞിട്ട് പോവാൻ പറ. ശരി അച്ഛാ. എന്താളിയാ, നിങ്ങളും പോവാണോ? എനിക്ക് ധൃതിയില്ലളിയാ. എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാം. പിന്നൊരു പരാതി വേണ്ടല്ലോ. അങ്ങനെ ഓട്ടളിയാ. അഖിൽ, പോയി അമ്മയാളെയൊക്കെ വിളിച്ചോണ്ട് വാ. വിളിച്ചോണ്ട് വരാം. അവിടെ നിൽക്കുന്നുണ്ട് അവൻ. നിന്നെവിടെയൊക്കെയായി ഞാൻ തിരയുന്നു. ഒരിടത്ത് ഉറച്ചു നിൽക്കത്തില്ല നീ. നിങ്ങൾക്കിത് എന്ത് വേണം? എന്റെ പിറകെ എന്തിനാ നടക്കുന്നത്? ഞാനിവിടെ വന്നതേ നിങ്ങളെ കാണാനാണോന്ന് തോന്നുമല്ലോ. ഞങ്ങളുടെ നല്ലതിനു വേണ്ടി വന്നതുപോലെ ഉണ്ടടാ. വസുവിനെ പറ്റി നിനക്ക് എല്ലാം അറിയാന്നല്ലേ പറഞ്ഞത്? എന്താന്ന് വെച്ചാ നീ ഏട്ടത്തിയോട് പറ. നിനക്ക് എന്തൊക്കെ അറിയാം? പറഞ്ഞ തല്ലില്ലല്ലോ അല്ലേ? അടിക്കില്ല, പറ. ബ്രോക്കറാ അവളുടെ കല്യാണാലോചന കൊണ്ടുവന്നത്. ഇതുപോലെ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ചാ കണ്ടുമുട്ടിയത്. ഞാനൊരു ആണാണെന്ന് പോലും കരുതാതെ അവളെന്റെ കരണത്തടിച്ചു. അവളുടെ സംസാരം ഭയങ്കരമാ. അത് ഞങ്ങൾക്കും അറിയാം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഓൾറെഡി അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്കൊരു കുട്ടിയുണ്ട്. അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാ. ഞങ്ങളുടെ അബിയുടെ കല്യാണം കഴിഞ്ഞതാ. 2 പെൺകുട്ടികളുണ്ട്. ബസുവിന്റെ ആദ്യത്തെ ഭർത്താവിനെ പോലെ അബിയുടെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയതാ. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഈ ബന്ധം നടത്താൻ തീരുമാനിച്ചത്. അവളുടെ ഭർത്താവ് മരിച്ചുപോയെന്നോ? ആ വിഷയം പോലെ അറിയാതെയാണോ പെണ്ണ് കാണാൻ പോയത്? അതല്ല, അവളുടെ ഭർത്താവ്. അവളെ ഭർത്താവ്? അതവളുടെ ഭർത്താവ്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? അല്ല, വസു എടുത്തി അപമാനിച്ച ഇയാളോട്ട് നിങ്ങൾ എന്താ സംസാരിക്കുന്നേ? അച്ഛൻ നിങ്ങളെ വിളിക്കാം, വേഗം വരാൻ പറഞ്ഞു. എല്ലാവർക്കും വീട്ടിൽ പോണോന്ന്. നില്ലടാ. ഇളയമേ, നിങ്ങൾ വരുന്നുണ്ടോ അതോ അബിയേട്ടനോട് പറയണോ? വേണ്ടടാ, ഞാൻ വരാം. എടുത്തി വാ, നടക്ക്. അവര് ഡിവോഴ്സ് ആണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ഇവര് പറയുന്നത് അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഞാനെന്തിനാ അവളെ പറ്റി ചിന്തിക്കുന്നത്?
ആഹാരം കഴിക്കുണ്ണി. എനിക്ക് വേണ്ടപ്പോ. എന്താ ഉണ്ണി ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം വരുന്നല്ലോ? എന്തിനാ ഇപ്പൊ നീ ദേഷ്യപ്പെടുന്നേ? എന്ത് പറ്റിയെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അറിയില്ല തന്നെ പറ. എന്നാ നിങ്ങൾ പോയപ്പോ എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകത്തെ? ഓ, അതിനാണോ ദേഷ്യപ്പെടുന്നേ? അത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതാടാ. എന്ന് വിചാരിച്ച് എന്നെയും കൂടെ കൊണ്ടുപോയാലെന്താ? അപ്പൊ നീ സ്കൂളിൽ പോയിരിക്കല്ലായിരുന്നോ? സ്കൂളിലായിരുന്ന എന്താ? സ്കൂളിലോട്ട് വന്ന് മിസ്സിനെ കണ്ട് എന്നെയും കൂടെ കൊണ്ടുപോയിരുന്നല്ലോ. നിനക്ക് ക്ലാസ് മിസ്സാവില്ലേടാ? ഇപ്പൊ ഷോപ്പിംഗ് അല്ലേ മിസ്സായി പോയത്? നിനക്ക് ഞാൻ ഡ്രസ് എടുത്തോണ്ട് വന്നിട്ടുണ്ടല്ലോ. വാങ്ങിച്ചോണ്ടൊക്കെ വന്നു. എല്ലാം അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങിച്ചോണ്ട് വന്നു. അതിനാണോ നീ ഇപ്പൊ വിഷമിച്ചിരിക്കുന്നേ? അല്ല, അച്ഛൻ എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കില്ലേ? ഉണ്ണി എന്താ ഷോപ്പിങ്ങിന് വരാത്തെന്ന് ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ടായിരിക്കും. അതെ, ഉണ്ണിയെപ്പോലെ ഒരു നല്ല ചെറുക്കൻ എന്താ വരാത്തത്? അവൻ കാണിക്കുന്നതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് അവിടെ എല്ലാരും ഭയങ്കര വിഷമത്തിലായിരുന്നു. എന്താ ജോക്കാണോ? ഞാൻ അമ്മയടുത്ത് സംസാരിക്കില്ലപ്പോ. സോറി, നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ട് നിന്നെ കൊണ്ടുപോവാം. പക്ഷെ ഇപ്പൊ ഞാൻ മിസ് ചെയ്തില്ലേ? നാളെ നമ്മൾ എല്ലാരും കൂടെ റിസോർട്ടിലേക്ക് പോവല്ലേ? അവിടെ 2 ദിവസം നമ്മൾ താമസിക്കുമല്ലോ. അതെനിക്കറിയാലോ. ഓൾറെഡി 2 days ലീവ് ഞാൻ എടുത്തല്ലോ. എന്റെ മിസ് അത് സാങ്ഷനും ചെയ്തല്ലോ. ഇതെല്ലാം നീ എപ്പോഴാ ഉണ്ണി ചെയ്തത്? ആരാ നിന്നോട് പറഞ്ഞത്? അമ്മ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയില്ലെന്നാണ് വിചാരിച്ചേ. വന്നുവെന്ന് അമ്മയ്ക്ക് എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല കേട്ടോ. അച്ഛൻ വന്നത് കാരണം എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ അമ്മയ്ക്ക് എന്നെക്കാളും വലുത് അച്ഛനാണല്ലേ? ഇത് ഞാൻ നിന്നോട് ചോദിക്കേണ്ട ചോദ്യമോ? ഞാനോ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നത്. എനിക്ക് നിന്നെക്കാളും വലുതായി വേറെ ആരുമില്ലെന്ന് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവുന്നേ ഇല്ലല്ലോ ഉണ്ണി. വീണ്ടും വീണ്ടും നീ എന്നെ ഹേർട്ട് ചെയ്തോണ്ടേ ഇരിക്കുക. സോറി അമ്മ. ഓക്കെ, ഇപ്പൊ 2 പേർക്കും കോംപ്രമൈസ് ചെയ്യാം. എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്, അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് 2 പേർക്കും അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. ഭയങ്കര കള്ളനാ നീ. ഇപ്പൊ നമുക്ക് ആഹാരം കഴിക്കാം. ഇത് ആർക്ക് വേണ്ടിയാ? ആർക്കാണെന്ന് പറഞ്ഞാ നീ കഴിക്കും. അച്ഛനെന്ന് പറഞ്ഞ അങ്ങനെ തന്നെ വിചാരിച്ചോ. കഴിക്കും. അച്ഛന് വേണ്ടി ഇനി അമ്മയും കുറച്ച് കഴിക്ക്. കഴിക്ക്. ഇത് അമ്മയ്ക്ക് വേണ്ടി. അമ്മയ്ക്ക് വേണ്ടിയാണോ? എങ്കിൽ അമ്മ തന്നെ കഴിച്ചോ. നിന്നെ ഉണ്ടല്ലോ. എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ ഡിസൈനും ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ ഒരെണ്ണം പോലും നല്ലതില്ല. ഇതിൽ ഒരെണ്ണം പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ വന്ന ഉടനെ പറയണം. ഹലോ മൈ ഡിയർ ഏഞ്ചൽസ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സ്കൂൾ ഡേ? എന്താ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്?
ഞങ്ങൾ അച്ഛന്റെ കൂടെ മിണ്ടത്തില്ല. പോ. അച്ഛനോട് ഞങ്ങൾ പിണക്കാ. അതിന് ഞാനിപ്പോ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റൊന്നും ചെയ്തില്ലേ അച്ഛൻ? ഇതൊക്കെ എന്ത് ഡ്രസ്സാ? ഈ ഡ്രസ്സുകൾക്ക് എന്താ കുഴപ്പം? ഒരെണ്ണം പോലും നല്ലതില്ല. ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അല്ല, എപ്പ ഷോപ്പിങ്ങിന് പോയാലും ഞങ്ങളെ കൂടെ കൊണ്ടുപോകാറുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ മേടിച്ചു തരൂ. ഇന്നെന്താ ഞങ്ങളെ കൊണ്ടുപോവാഞ്ഞേ? ഞാൻ അറിഞ്ഞില്ല മക്കളെ. അപ്പൂപ്പൻ പെട്ടെന്നായിരുന്നു പ്രോഗ്രാം ഫിക്സ് ചെയ്തത്. നിങ്ങളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരാനുള്ള സമയം പോലും തന്നില്ല. പോകാതെ വേറെ ഒരു വഴിയില്ലായിരുന്നു. അതൊന്നുമല്ല, അച്ഛൻ ഞങ്ങളോട് കള്ളമാ പറയുന്നേ. അച്ഛൻ എപ്പോഴെങ്കിലും മക്കളോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെ രണ്ടുപേരെ അവോയ്ഡ് ചെയ്തു അല്ലേ അച്ഛാ? അച്ഛനിപ്പോ ഞങ്ങളെക്കാളും വലുതായി തോന്നുന്നത് ആ പുതിയ അമ്മയല്ലേ?